തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നതിന്, ഈ ഗോധയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വി.ഡി. സതീശൻ മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ പറഞ്ഞിരുന്നു, ഇത്തവണ UDF അധികാരത്തിലെത്തും, 100-ലധികം സീറ്റുകൾ നേടും, 1/2 ഡസനോളം മന്ത്രിമാർ തോൽക്കും. ഇനി അഥവാ ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. അത് ഈ ഫലം വരുന്നതിന് തലേ ദിവസം പോലും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യം, ആ ഹാർഡ് വർക്ക്, അതിനൊക്കെയുള്ള അർഹിച്ച അംഗീകാരം എന്ന നിലയിലാണ് ഈ പദവിയെ വിലയിരുത്തപ്പെടേണ്ടത്. എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വി.ഡി. സതീശന്റെ ആ യാത്രയെ നമ്മൾ വിലയിരുത്തേണ്ടത്? അധികാരത്തിലെത്തിക്കുമെന്ന് വി.ഡി. സതീശൻ പറയുമ്പോൾ അതൊരു പക്ഷേ കേവലം ഒരു പറച്ചിൽ എന്നതിനപ്പുറത്തേക്ക് ആരെങ്കിലും അതിനെ വലിയ തോതിൽ ഗൗരവത്തിലെടുത്തിരുന്നു എന്ന കാര്യം സംശയമാണ്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കളോട് സംസാരിക്കുമ്പോഴും ജയിക്കും, ആ ഒരു 80-നും 85-നും ഇടയിൽ ഭൂരിപക്ഷം നേടി വിജയിക്കും, ഒപ്പം അതല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുമെന്നതിനപ്പുറത്തേക്ക് 100-ന് മുകളിൽ സീറ്റ് എന്നത് UDFന്റെ ഘടകകക്ഷികൾക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ മറ്റ് നേതാക്കൾക്കോ ഒന്നും അത്രമേൽ ഒരു വിശ്വസനീയമായിരുന്ന ഒരു സംഖ്യയായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം നമ്മൾ സംസാരിക്കുമ്പോഴും അദ്ദേഹം വി.ഡി. സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു, 100-ന് മുകളിൽ സീറ്റ് നേടി UDF അധികാരത്തിൽ വരും. ആ ആത്മവിശ്വാസത്തിന് ജനം കൊടുത്ത കയ്യടിയാണ്. മാത്രമല്ല നിരവധി കാര്യങ്ങളുണ്ട്, നമുക്ക് എടുത്തു പറയേണ്ട പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വർഗീയതയോട് അദ്ദേഹം കാണിച്ച സന്ധിയില്ലാത്ത സമരങ്ങളാണ്. വെള്ളാപ്പള്ളിയെയും NSS ആയാലും ഏത് സമുദായ സംഘടന ആയാലും അവരെയൊക്കെ ബഹുമാനിക്കുന്നു. പക്ഷെ അതിനൊപ്പം ഈ അവരുടെ വർഗീയതയാണ്, അത് പറയരുതെന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞ ആ നിലപാടിന് കിട്ടിയ കൈയടിയാണ്. UDF എന്ന് പറയുന്ന സംവിധാനത്തെ, ടീം UDFനെ ഒന്നിച്ചു കൊണ്ടുപോയതിന് ലഭിച്ച അംഗീകാരമാണ്. അങ്ങനെ വി.ഡി. സതീശൻ എന്ന നേതാവിന്റെ ജനകീയതയ്ക്ക്, അഴിമതി പുരളാത്ത ആ നേതാവിന്റെ പ്രവർത്തനങ്ങൾക്ക്, ആ നിലപാടുകൾക്ക് കേരള ജനത നൽകിയ ഒരു പ്രതിഫലമാണ്, തിരിച്ചു നൽകലാണ് ഈ 102 സീറ്റ്. അതുകൊണ്ട് അത് കാണാതെ പോയാൽ, അത് കാണാതെ നിയമസഭയിൽ പോലും മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ, അതല്ലെങ്കിൽ വേറൊരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന പൊതുവികാരം, ആ വികാരം AICC മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഒടുവിൽ AICCയും വഴങ്ങാൻ തീരുമാനിക്കുന്നത്. വി.ഡി. സതീശൻ എന്ന ഒറ്റ പേരിലേക്ക് അവസാനം എത്തുന്നത്. അത് അംഗീകരിക്കേണ്ടി വന്നു KC വേണുഗോപാലിന്. പക്ഷെ രമേശ് ചെന്നിത്തല അത് അത്രമേൽ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ആ തീരുമാനത്തിനെതിരായ ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്.